ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, ഞാനും എന്റെ കുടുംബവുമോ, യോശുവയുടെ പുസ്തകം 24:15 വായിച്ചു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയ്ക്ക് എന്ന് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം ഇതായിരുന്നു, നിങ്ങള് ആമേൻ മരുഭൂമിയിലൂടെ നദിക്കക്കരയിലൂടെ കടന്നു വരുമ്പോൾ ആമേൻ മറ്റുള്ള ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചവരാ. എന്നാൽ നമ്മളെ കനാനിൽ കൊണ്ടുവന്ന ഈ ദൈവത്തെ ആമേൻ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവാനായിട്ട് പോകുന്നു? ഞാനും എന്റെ കുടുംബവും തീരുമാനമെടുക്കുന്നു, ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുവാൻ പറഞ്ഞപ്പോൾ ആ ജനമെല്ലാം വിട്ട് നിലവിളിച്ചു, ഞങ്ങളുടെ ദൈവത്തെ വേണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പുതിയ വിശ്വാസികളായിരിക്കുന്ന നമ്മളന്ന് കണ്ടതായിട്ടുള്ള ആമേൻ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച ഭാഗം കൂടെ ഓർപ്പിച്ചു പോകാം. ആമേൻ ഒരു രാജ്യഭക്തനും കുടുംബമായി രക്ഷ പ്രാപിച്ചത് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. കൊർന്നല്യോസും കുടുംബമായി രക്ഷയിലേക്ക് വന്നത് നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ലുദിയായി കുടുംബവും ആമേൻ കുടുംബമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഒരു കാരാഗ്രഹ പ്രമാണിയുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് വായിച്ചുകൊണ്ട് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാല് 9 കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓർപ്പിക്കുവാൻ സമയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നമ്മൾ വായിച്ച ഭാഗത്തെ കടന്നു വരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നീട് ജീവിക്കേണ്ടത്? സ്വതന്ത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പഴയ പാപ സ്വഭാവത്തെ വായിച്ചോ, കുഴപ്പമില്ല, പാപ സ്വഭാവത്തെയും ദുശീലങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം. അതിന്റെ ആകത്തുക അതാണ്. ഇപ്പോഴോ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുകയാണ്, ഇപ്പോഴോ കോപം. ഇവിടെ പറയുക പുതിയ സൃഷ്ടിയായാൽ വേണ്ടുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. കോപം ഉണ്ടോ? നമുക്ക് അതേ ഉള്ളല്ലേ. കോപം പിന്നീട് എന്തായിട്ട് മാറുന്നു? അത് ക്രോധത്തിലേക്ക്, കഠിനമായ കോപത്തിലേക്ക് മാറുകയാണ്. വീണ്ടും പറയുന്നു, ദുർമനസ്, ദൂഷണം, ദുർഭാഷണം, ഭോഷ്ക്, പറയരുത്. പറയുകയാണ് ഇവിടെ. ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമുക്കിവിടെ ദുർമനസ്സുണ്ടാകുമാറ് നമ്മൾ ജീവിക്കരുത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് കാണുമ്പോൾ നല്ലതിനെ കാണുമ്പോൾ നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സ്. ആമേൻ. എന്നാൽ ദുർമനസ്സുള്ളവർക്ക് അതിന് കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു സുവിശേഷനെ അറിയാം, അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ കിടന്നു വന്നു. അത് ഞങ്ങൾ അദ്ദേഹത്തിന് വിരുന്നൊരുക്കി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ക്രമീകരിച്ച വിരുന്ന. പക്ഷേ ഉപ്പ് കുറവും കൂടുതലും ഒക്കെ കാണാം. പക്ഷെ ആഹാരം കഴിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ രുചികരമായിരിക്കും. എന്നാണെന്നറിയാമോ? പിന്നെ ഞാൻ അത് തിരക്കിയപ്പോ അദ്ദേഹം എപ്പോഴും അങ്ങനെ പറയും, ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും, അല്ലേ, എരി കൂടിയാലും കുറഞ്ഞാലും എന്താ പറയും, വളരെ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ പറയാത്തത് ആരാ? ദുർമനസ്സുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ദൂഷണം. അത് പിന്നിപ്പോ എങ്ങും ഇല്ലല്ലോ ദൂഷണം. ആരെ എന്ത് പറയേണ്ടതെന്ന് നോക്കിയിരിക്കുക നമ്മള്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ ദൂഷണം പറയുവാൻ അവന്റെ അവരെ തുറക്കാൻ പാടില്ല. പിന്നെ പറയുകയാണ് ദുർഭാഷണം, അല്ലെ. ദൂഷണത്തിന്റെ അല്പം കൂടെ ഗ്രേഡ് കൂടിയതാണ് ദുർഭാഷണം. ദൂഷണം പറഞ്ഞിട്ട് പിന്നെ അത് എടുത്തെടുത്ത് അല്പം കൂടെ തൊങ്ങലും പൊടിപ്പും ഒക്കെ ചേർത്ത് ദുർഭാഷണം പറയുന്ന ആളുകൾ, അത് വിശ്വാസിക്ക് പാടില്ല. സ്വതന്ത്രം.
എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ അറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് പാടില്ല. കാരണം നമ്മൾ അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണം. പിന്നെ എന്നിട്ട് പോഷ്ക പറയരുത്. എന്നിട്ട് പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പഴയ മനുഷ്യനെ അവന്റെ അവന്റെ പ്രവൃത്തികളോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയായിരുന്നു? കോപം, ക്രോധം, ദുർമനസ്, ദൂഷണം, ദുർഭാഷണം, ഭോഷ്ക ഇവയൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ പഴയ മനുഷ്യനെ അതിന്റെ പ്രവൃത്തികളോടുകൂടെ തന്നെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സ്വഭാവം ധരിക്കണം. പറ്റുമോ? എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ കേൾക്കുന്നവരോട് ചോദിക്കുക, പറ്റുമോ? പറ്റണം. അതിനാ നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാല് നമുക്കതിന് കഴിയുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആമേൻ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12, 13, 14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്നിട്ട് പുതിയ സ്വഭാവം ധരിക്കണം. അതെങ്ങനെയാ ധരിക്കുന്നെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ബ്രതന്മാരും വിശുദ്ധന്മാരും പേരുമായി മനസ്സിലിവ്, ദയ, താഴ്മ. അപ്പൊ അവിടെ പറയാണ്, ദൈവത്തിന്റെ വ്രതന്മാര്, ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവര് വ്രതന്മാര്. അടുത്തത് വിശുദ്ധന്മാര്. അപ്പൊ വിശുദ്ധന്മാർക്ക് ചെയ്താൽ മതി. ഇത് ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് ഇതിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ പറയുകയാണ്, വൃതന്മാര്, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് കടന്നു ചെല്ലണമെന്ന് ആഗ്രഹമുള്ള അവന്റെ വൃതന്മാര്, അതിനുവേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ആമേൻ വിശുദ്ധന്മാര്, അവർക്ക് വേണ്ടതായ നന്മകൾ എന്താണെന്ന് കൊലോസ്യ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ എന്തോ ഉണ്ട്? കരുണ. പിന്നെ ദയ, താഴ്മ, സൗമ്യത. അപ്പൊ നോക്കണേ, കരുണ. പിന്നെ അടുത്തെന്തോ? ദീർഘക്ഷമ, ദയ, മനസ്സ്, ദയ, മനസ്സലിവ, അതിനാ മനസ്സെന്ന് പറയും. ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. എല്ലാറ്റിലും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. കർത്താവ് എന്താ നമ്മോട് ക്ഷമിച്ചേ? നമ്മൾ പാപിയായിരുന്നപ്പോൾ, അല്ലെ? നമ്മൾ പാപിയായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. നോക്കിയോടെ, കർത്താവിന്റെ ക്ഷമ എത്ര വലുതാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? കർത്താവ് കരുണയുള്ളവനായിരുന്നു, മനസ്സലിവുള്ളവനായിരുന്നു, ദയുള്ളവനായിരുന്നു, താഴ്മയുള്ളവനായിരുന്നു, സൗമ്യതയുള്ളവനായിരുന്നു, ദീർഘക്ഷമയുള്ളവനായിരുന്നു. കേട്ടോ? എന്നിവ ധരിച്ചേ കൊള്ളുകയും, എന്നിട്ട് അന്യോന്യം പൊറുക്കുകയും വഴക്കുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യും. ആരോട് പറഞ്ഞാൽ ആര് കേൾക്കുന്ന ലോകത്ത്? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദീർഘക്ഷമ എന്നിവ ധരിച്ച്, ദീർഘക്ഷമ ഉണ്ടല്ലേ പറ്റുള്ളൂ, കൊള്ളുകയും അന്യോന്യം പൊറുക്കണം. അല്ലെ? നമുക്കറിയാം, നമ്മൾ വിശ്വാസികളൊന്നും അങ്ങോട്ടേക്ക് കിട്ടും ഉണ്ടോ? പണക്കുണ്ടോ? ക്ഷമിക്കത്തില്ല. പൊറുക്കണമെന്ന് അവര് പറഞ്ഞത്. ഹല്ലേലൂയ. പൊറുക്കുകയും വഴക്കുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. അങ്ങനെയുള്ളവരെ ചേർക്കണം കർത്താവ് വരുന്നത്. നമ്മളാരും ഹരിചന്ദ്രന്മാരൊന്നും അല്ല, അല്ലെ? കോപമുണ്ടാകാം, നമുക്കും ഇതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിപ്പിൻ. അപ്പൊ ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? കോപം, ക്രോധം, ദുർമനസ്, ദൂഷണം, ദുർഭാഷണം ഒക്കെ അതൊന്നും പറയാതെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ആമേൻ പുതിയ സ്വഭാവം ധരിക്കണം. 2 പറയുകയാണ്, ആമേൻ നമ്മള് കരുണയുള്ളവരാകണം, മനസ്സുള്ളവരാകണം, ദയുള്ളവരാകണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം. എന്നിട്ട് പുതിയ മനുഷ്യനെ നമ്മൾ സ്വീകരിക്കണം. 3-ാമതായിട്ട് പറയുകയാണ്, ഗലാത്യ ലേഖനം 5:16 പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം നമ്മൾ പറയുകയാണ്. ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മള് ഓർക്കേണ്ടതായ ഒരു കാര്യം, ആമേൻ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം.
ഏതാത്മാവിനെയാ? ദൈവത്തിന്റെ ആത്മാവിനെ, അല്ലേ? നമ്മളുടെ ഒരു മനുഷ്യാത്മാവുണ്ട്, അവനെ അനുസരിച്ച് നടന്ന പോക്ക എവിടെ ചെന്നെത്തുമെന്ന് നമുക്കറിയാം, യാതന സ്ഥലത്ത് എത്തുന്നുള്ളൂ. അപ്പൊ നോക്കണേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിന്റെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ, എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി, എന്റെ ഒന്നു വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടാമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടാമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടാമെന്നിൽ പൂർണ്ണമാക്കണേ. ഓ നന്മയും സാധവുമുള്ള നിൻഗീതമെന്തെന്ന് ഞാനറിയുന്നു. നന്മയും പ്രസാദവുമുള്ള നിൻഗീതമെന്തെന്ന് ഞാനറിയുന്നു. ഓ എൻ മനം ഒതുക്കി വാരിടുന്ന നിത്യം എൻ മനം ഒതുക്കി വാരിടുന്ന നിത്യം നിന്യമാണെനിക്ക് ലോകലാവണ്യം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ആർക്കാ കഴിയുന്നത്? ഒരു വിശ്വാസിക്ക്, അല്ലേ? തന്റെ വൃതന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, പുതിയ സൃഷ്ടി ആയവർക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വാക്കുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ യഹോവയെ സേവിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരുടെ ഭവനത്തിൽ എന്തുകൊണ്ട് സന്തോഷമുണ്ട്, അല്ലേ? ഒരാളെ വഴക്കുണ്ടാക്കിയാലും ഒന്നും മിണ്ടുകയല്ല, നമ്മള് കുറെ നേരം മിണ്ടാതെ ചെയ്യും, അല്ലേ? ബൈബിൾ അങ്ങനെയാ പറയുന്നത്, കേൾക്കാൻ വേഗത, നമുക്ക് പറവാൻ വേഗത, അല്ലെ? കേൾക്കാൻ പറവാൻ വേഗത, കേൾക്കാൻ വേഗത, പറവാൻ താമസം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഭവനത്തിൽ, ഉണ്ടോ? ഈ അങ്ങനെയുള്ള ഭവനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പൊ തന്റെ വൃതന്മാരുടെ ഭവനങ്ങളിൽ അങ്ങനെയുള്ള ഭവനങ്ങളുണ്ട്. സ്വതന്ത്രം പറഞ്ഞേ, കരവരുത്തി അല്ലല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. എന്നിട്ട് പറയാ ഗലാത്യലേഖനത്തിൽ പറഞ്ഞു, നമ്മൾ പറഞ്ഞു ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം. ആത്മാവിന്റെ ഫലം പറയുന്നത് 9 ഫലങ്ങളാ. ആത്മാവിന്റെ ഫലങ്ങളായ 1 സ്നേഹം, അല്ലേ? നമ്മൾ ഓർക്കണം, സ്നേഹം, സന്തോഷം, അല്ല, സ്നേഹം, സന്തോഷം, പ്രത്യാശ, ഇവ 3 വലുതാണ്. അത് 3 പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ ഏറ്റവും വലുത് സ്നേഹം തന്നെ. സ്നേഹം, ഹല്ലേലൂയ, സന്തോഷം. ദൈവങ്ങൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ. ഇല്ലാത്തവര് നാളെയെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. നാളത്തെ കാര്യം എങ്ങനെയാ, പിള്ളേരുടെ കാര്യം എങ്ങനെയാ, മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാ. നമ്മളങ്ങ് ദൈവത്തെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലേ? കർത്താവ് പറയുന്നത് അങ്ങനല്ലേ, നിങ്ങളുടെ സകല ചിന്താകുലം. അന്നിവിടെ വന്നപ്പോ എന്തെങ്കിലും ചിന്താകുലം കൊണ്ട് വന്നിട്ടുണ്ടോ? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക. എനിക്ക് യാതൊരു ചിന്താകുലമില്ല, സത്യം പറയുക, യാതൊരു ചിന്താകുലയില്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളെ ചിന്താകുലം ദൈവത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ നടത്തുവാൻ മതിയായ നമ്മുടെ ദൈവം, അല്ലേ പറഞ്ഞേ? അപ്പൊ 2 സന്തോഷം, 3 സമാധാനം. അപ്പൊ ആത്മാവിന്റെ ഫലങ്ങള് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, 4 ദീർഘക്ഷമയുണ്ട്, 5 ദയയുണ്ട്, 6 പരോപകാരമുണ്ട്, വിശ്വസ്തത, ആ, സൗമ്യത, 9 ഫലങ്ങൾ. ആത്മാവിന്റെ 9 ഫലങ്ങൾ. ഇങ്ങനെയുള്ളത് ആരാവൂല? എനിക്ക് വേണ്ട യേശു കർത്താവ് മാത്രമേ ഇങ്ങനെയുള്ളവരുണ്ടായി, അല്ലേ? കർത്താവിന്റെ പരിശുദ്ധ കാലത്ത് കർത്താവ് ഇത് കാണിച്ചു തന്നതാണ്. അപ്പൊ നമുക്കും ഈ ഫലങ്ങൾ ഉണ്ടാകും. ആത്മാവ് നമ്മളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന്റെ ചില ഫലങ്ങൾ നമുക്കുണ്ടാകും. സ്വതന്ത്രം, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ദൈവവുമായി ബന്ധം സ്ഥാപിക്കണമെന്നാണ് ഒരു പുതിയ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. പുതിയ വിശ്വാസികളെ കുറിച്ച് ഒരു ഭക്തൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവന് പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രാർത്ഥന, അല്ലെ? ഇല്ലെങ്കിൽ നമ്മളോട് വരേണ്ട കാര്യമുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. 2, നമുക്ക് ബൈബിൾ വായനയുണ്ട്. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ വായനയോടൊപ്പം.
അങ്ങനെയുണ്ടോ? സദ്യക്കൊരു സങ്കീർത്തനം ഇല്ലേ? പിന്നെ പിതാക്കന്മാർ തന്നിരിക്കുന്ന പ്രാർത്ഥന വേഗത്തിൽ ചൊല്ലിത്തരും. ഇവിടെ പറയുകയാണ്, അവൻ ഒരാള് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അതാണ് ഒരു വിശ്വാസിയെ കുറിച്ച് ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത്. അവന്റെ വേദപുസ്തകം ബൈബിൾ വായിക്കണം. എനിക്ക് സ്വർഗ സന്തോഷിക്കും. നല്ലൊരു മകന് ആത്മാവിൽ നിറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ബൈബിൾ വായന തുടങ്ങുമ്പോൾ സ്വർഗം അവന് ദൈവികമായിട്ടുള്ള തിരിച്ചറിവ് നൽകും വചനത്തിലൂടെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, പിന്നെ മൂന്ന് കാര്യങ്ങളുണ്ട്. പിന്നെ കൂട്ടായ്മ ജീവിതം അല്ലെ? അത് നമ്മുടെ ഭവനത്തിലെ കൂട്ടായ്മ ജീവിതം വേണം, പുറത്തു വരുമ്പോൾ കൂട്ടായ്മ ജീവിതം വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്നിവയിലൂടെ ദൈവവുമായി കൂടുതൽ അടുക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 12:2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്, നല്ലതും പ്രസാദകരവും പൂർണ്ണതയുള്ളതുമായ ദൈവം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞേണ്ടതിന് മനസ്സ് പുതുക്കി 1 Thessalonians 5 പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുക. എന്തിനാ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത്? സഹോദരന്മാരെ പറഞ്ഞു അത്രയും പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ പറയാന് അത്രയും പ്രാർത്ഥിക്കണം. ദിവസം പറയാം ഇടപെടാതെ പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? ശത്രു പൈശാചികൻ നമ്മുടെ ഭവനത്തിൽ വരത്തില്ല, അവൻ എത്തി നോക്കുകയില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടുകയില്ല. ഞാൻ പണ്ടാടുന്നൊരു സംഭവം എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. പറയാം, ഞാൻ ഉദ്ദേശിച്ചതല്ല, ഓർമ്മ വരുന്നെന്ന് പറയും. ഒരു മകനെ വണ്ടിയിൽ യാത്ര ചെയ്യുക. ഇവിടെ പോലെ ദൂരെയാണ്. നീ ഇവിടെ ആണെന്ന് വിചാരിച്ച് മനസ്സിൽ ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. ദൂരെ യാത്ര ചെയ്യുക. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്താ ചെയ്തെന്നറിയാമോ? ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ അങ്ങോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ബസ് വന്നിടിച്ച് ആ മനുഷ്യൻ എന്നാലും അവിടെ മരിച്ചു. എന്താ ഇവിടെ പ്രാർത്ഥിക്കണ്ടേ? ഇത് കാണേണ്ട സമയത്ത് എന്തോ ചെയ്യണമായിരുന്നു? പ്രാർത്ഥിക്കണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും പോയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ശബ്ദം കേട്ടാ അറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായവരാ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞവരാ. ആമേൻ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പറഞ്ഞത് കാരാഗ്രഹപ്രമാണിയും കുടുംബവും അതുവരെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 8 ഇവരെല്ലാവരും കുടുംബമായി രക്ഷ പ്രാപിച്ചവരാണ്. പള്ളിപ്രമാണിയായ ഒരു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തികൾ 18:8 പള്ളിപ്രമാണിയായ ക്രിസ്തോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. നോക്കിയ ഒരു പള്ളിപ്രമാണിയായ ക്രിസ്മോസ് അവനോട് വചനം സംസാരിച്ച പൗലോസ്ലീഹ സംസാരിച്ചപ്പോ അവൻ പള്ളിപ്രമാണിയാ. എതിരുണ്ടാകാൻ സാധ്യതയുണ്ട്. അവനെ തടവിലാക്കുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസിന് 3 മിഷണറി യാത്രകളാണ്. ഞാൻ ഇന്നലെ അത് വേറൊരു പ്രസംഗത്തിൽ തയ്യാറാക്കിയപ്പോൾ ഞാൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. 3 മിഷണറി യാത്ര ഏഷ്യ മൈനറില്, അതുപോലെ റോമില്, പിന്നെ മറ്റൊരു സ്ഥലങ്ങളുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. 3 മിഷണറി യാത്രയാണ്. 3 മിഷണറി യാത്ര കഴിഞ്ഞ് താൻ ജയിലിലായിരിക്കുക. അതായത് നീറോ ചക്രവർത്തിയുടെ കാലത്ത് താന് ജയിലിലായിരിക്കുക. ആ സമയത്ത് തനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന ഉണ്ടായി. എന്ന കാര്യം അറിയോ? യേശുവിനെ കണ്ടുമുട്ടിയ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആദ്യം പ്രസംഗിച്ചപ്പോൾ ആരും അംഗീകരിച്ചില്ല. ഉടനെ പൗലോസ് എന്ത് ചെയ്തെന്നറിയാമോ? മരുഭൂമിയിലേക്ക് പോയി. 3 വർഷം മരുഭൂമിയിലായിരുന്നു. അവിടെയാണ് ദർശനങ്ങളൊക്കെ കാണാനിടയായത്. സ്വർഗത്തോളം താൻ എടുക്കപ്പെടുന്നതൊക്കെ കണ്ടത് അവിടെ വെച്ച്. അപ്പൊ അതുകൊണ്ട് പൗലോസിന് ഭയമില്ല. കാരണം എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ ആളാ. എങ്കിലും പള്ളിപ്രമാണിയായ ക്രിസ്മോസ് തന്റെ കുടുംബത്തോടുകൂടി കർത്താവിൽ വിശ്വസിച്ചു. ഇത് കണ്ട കോരിന്തിലെ അനേക യഹൂദരും ഗ്രീക്കുകാരും പ്രസംഗം കേട്ട് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഉടനെ പറയുക, നീ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. അവനെ വിശ്വസിച്ചുവെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്നവരും ക്രിസ്തുവിനെ അവരുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. വേഗത്തിൽ മുൻപോട്ട് പോകാം. പിന്നെ റോമാലേഖനം 14:10 മറ്റൊരാളെ കാണുന്നുണ്ട്. അവനും കുടുംബമായി രക്ഷ പ്രാപിച്ചവരാ. 9 പേരാ ഉള്ളത്. വായിച്ചു.
16-ാം അധ്യായം 10, റോമർ 16-10. ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലോസിന് വന്ദനം ചൊല്ലുകയും അരിസ്റ്റോബുലോസിന്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുകയും എന്റെ ചർച്ചക്കാരായ ഹേരോദിയാവിന് വന്ദനം ചൊല്ലുകയും. അപ്പൊ ഇവിടെ പറയുകയാണ് അരിസ്റ്റോബുലോസിനും എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം. അതുകൊണ്ട് ഭവനക്കാർക്ക് വന്ദനം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? അവനും കുടുംബവും അപ്പോസ്തലനായ പൗലോസിന്റെ വചനം കേട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേട്ട് രക്ഷ പ്രാപിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിഞ്ഞു നോക്കി പറയാൻ കഴിയുമോ രക്ഷ പ്രാപിച്ചെന്ന്? നമുക്ക് പറയാൻ കഴിയണം നമ്മളും രക്ഷ പ്രാപിച്ചവരാ. ഒരു അല്ലേ പറഞ്ഞേ അല്ലേ? ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? അതിന്റെ കാര്യമുണ്ടോ? ഇല്ല. ഒരിക്കൽ കൂടെ അല്ലേ പറ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നോക്കിക്കോണെ, പള്ളി പ്രമാണിയായ ക്രിസ്തുവും കുടുംബവും രക്ഷ പ്രാപിച്ചു. അരിസ്റ്റോബുലോസും രക്ഷ പ്രാപിച്ചു എന്ന് ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 16-11 വീണ്ടും ഒരു കുടുംബത്തെ കുറിച്ച് 7-ാമതായിട്ട് പറയുകയാണ്. വായിക്കാം. റോമ ലേഖനം 16-11. നർക്കീസോസിന്റെ ഭവനക്കാർക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ 7-ാമത് ബൈബിളിൽ പറഞ്ഞിരിക്കുക, ആമേൻ, നർക്കീസോസ് എന്ന ആ വ്യക്തിക്കും കുടുംബത്തിനും വന്ദനം ചൊല്ലുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചെന്നറിയാമോ? വചനം കേട്ടപ്പോൾ അവന് മനസ്സാന്തരമുണ്ടായി. അവൻ യേശുവിൽ വിശ്വസിക്കുവാനിടയായി. ആമേൻ. ഇവന് റോമ ചക്രവർത്തിയുടെ കൊട്ടാരവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞപ്പോ 3 തടവിലൂടെ കിടക്കേണ്ടതായിട്ട് വന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവില് ആമേൻ, ദൈവത്തിന്റെ സ്വന്തം റോമ തടവിലായിരിക്കുമ്പോൾ തീമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്നുണ്ട്. തീമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നല്ലപോലെ പൊരുതു. മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മരണത്തെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. നീ മരിക്കാൻ പോകുകയാണ്. നീ കൊല ചെയ്യപ്പെടുവാൻ പോകുകയാണ്. നീ കർത്താവിനായിട്ട് ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനിയും നീ നിന്റെ ഭവനത്തിലേക്ക് എത്തണമെന്ന് അവന് നിർദ്ദേശം കൊടുത്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ നല്ലപോലെ പൊരുതു. മൂന്ന് മിഷണറി യാത്രയുണ്ട്. 3-ാം മിഷണറി യാത്ര കഴിഞ്ഞപ്പോ നീറോ ചക്രവർത്തി അവനെ പിടിച്ച് 67-68 കാലഘട്ടങ്ങളിൽ 66-68 കാലഘട്ടങ്ങളില്ല അവൻ പിടിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? കാരാഗ്രഹത്തിലാക്കി. അപ്പൊ അവന്റെ നിര്യാണ കാലം അടുത്തു എന്ന് അവന് ബോധ്യമായി. ഞാൻ ഈ അടുത്ത ദിവസം ഇത് കൂടുതൽ മനസ്സിലാക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, ഉടനെ അദ്ദേഹം ഇങ്ങനെ എഴുതി, തീമോഥെയോസിന്റെ ലേഖനം എഴുതുക ജയിലിൽ കിടന്നുകൊണ്ട്. ആമേൻ. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, ആ കർത്താവിൽ പ്രിയം വെച്ചവർക്ക് തന്നെ. നോക്കി എന്തൊരു പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാ മരിച്ചതെന്നറിയാമോ? അറിയാം? പറഞ്ഞാ അറിയാല്ലേ? മറന്നുപോയി. എങ്ങനെയാ മരിച്ചേ? നമുക്കറിയാം. പത്രോസ്ലീഹ എങ്ങനെയാ മരിച്ചെന്നറിയാം? പത്രോസ്ലീഹ എങ്ങനെ മരിച്ചേ? ക്രൂശിക്കാൻ കൊണ്ടുപോവാ. അധികാരിയോട് പറഞ്ഞു, ഞങ്ങള് തല കീഴായി, കാരണം എന്റെ യേശുവിന്റെ പാദം ചുംബിച്ചു. വിശ്വാസം കണ്ടാല പത്രോസ് എങ്ങനെയാ അത് പറയാൻ കാര്യം? ഞാൻ തലകീഴായി എന്നെ ക്രൂശിക്കുമ്പോൾ എന്താ പറയാ? യേശുവിന്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസം കണ്ടാൽ കാണണം. യേശുവിന്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്രയധികമായി പൗലോസിന് പറയാം, എനിക്കും ക്രൂശിൽ മരിക്കണമെന്ന്. പക്ഷേ പൗലോസ് ആരായിരുന്നെന്നറിയാമോ? റോമ പൗരനായിരുന്നു. ജന്മം കൊണ്ട് റോമ പൗരനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ അപ്പനും അമ്മയും റോമ പൗരത്വമുള്ളവരായിരുന്നു. അവർക്ക് ഏറ്റവും നിന്ദമായ ക്രൂശ് കൊടുക്കത്തില്ലായിരുന്നു. ആമേൻ. അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പൗലോസിനെ പിടിച്ച് ദൈവത്തിന് സ്തോത്രം, ആമേൻ, നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവന്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞ രക്തസാക്ഷിയായിട്ട്. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ, ഞാനിന്നു
എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ വീണ്ടും ആ പാട്ട് പാടാൻ കാര്യം എങ്ങനെയാ? എന്റെ ഇഷ്ടം ഒന്നും വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നർക്കിസോസ് അവൻ കുടുംബവുമായി മാനസാന്തരപ്പെട്ടു. അവൻ കൊട്ടാരവുമായി ഏറെ ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, അവൻ കൊട്ടാരവുമായി ബന്ധമുള്ള വ്യക്തിയായതുകൊണ്ട് മാനസാന്തരപ്പെട്ടാൽ റോമ ഗവൺമെന്റ് അവനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടതുകൊണ്ട് അവനോട് അടുത്ത് നിന്നവരോട് രക്ഷിക്കപ്പെടാനിടയായി. അല്ലേ? നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ പിന്നെന്തോ കുടുംബം മാനസാന്തരപ്പെടും. തീർച്ചയായിട്ടും 100%. കരങ്ങളല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെടണം. അപ്പൊ കുടുംബം മാനസാന്തരപ്പെടും. കുടുംബം മാനസാന്തരപ്പെട്ടാൽ ദേശം അല്ലേ? ഇടവക അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ദേശം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നർക്കിസോസ് നിമിത്തം അനേകം യേശുവിനെ കണ്ടുമുട്ടുവാനായി. അവന് ഇതേ പറയാനുണ്ട്, ഞാൻ പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു, പാപത്തിൽ നിന്ന് രക്ഷിച്ചൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ നിങ്ങൾക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ഇന്നലെയും ഞാൻ ഇവിടെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, ഒരു അക്രൈസ്തവനായ ഒരു മനുഷ്യനോട് സുവിശേഷം പറയാനായിരുന്നു. ഇന്നലെയും കടന്നു വന്നു രണ്ടുപേരും. ഇന്നലെയും മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എവിടുത്തെയാ ഈ സാധനം? ഇത് ഒരാളെ കേട്ടോ, എവിടുത്തെയാ സാധനം? അപ്പൊ അച്ഛൻ വേറെ വല്ല പാട്ടും എഴുതിയിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പൊ ഒരു പാട്ടുകൂടെ എഴുതിയിട്ടുണ്ടോ? എങ്ങനെ ഈ പാട്ട് എഴുതുന്നെന്ന് ചോദിച്ചു. അപ്പൊ മറ്റേ ആള് അതല്പം വ്യത്യാസം വന്നുകൊണ്ടായിരിക്കും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രത്യേകമായ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോ ഇങ്ങനെ ഞാൻ പാടേണ്ടതായിട്ട് വന്നു. ഇന്നത്തെ കഷ്ടത, നാളത്തെ സന്തോഷം, എൻ പ്രിയനോടൊപ്പം ഞാനൊന്നു ചേരുമ്പോൾ എന്തോരാനന്ദം, ആ സ്വർഗവാസം ഞാനൊന്നു പാടുമേ, സ്വർഗത്തിൽ പാടുമേ. എന്റെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് ആ ഗാനത്തിന്റെ എല്ലാ വരികളും എഴുതുവാനായിട്ട് എനിക്ക് ഭാഗ്യം നിന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകട്ടെ. അപ്പൊ നോക്കിക്കോളെ, നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ചെലവുമില്ല. ചെലവ് ചെയ്തവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനാണ് വേദന അനുഭവിച്ചവന്, അവനാണ് നമ്മുടെ രോഗങ്ങളെ ചുമന്നവന്, നമ്മുടെ വേദനകളെ ചുമന്നവന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു ചെലവുമില്ല. മുട്ടുമടക്കി പറഞ്ഞാൽ മതി, കർത്താവേ ഞാനൊരു പാപിയാ. അങ്ങനെയാണെങ്കിൽ ആമേൻ, യേശുവിന്റെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആരാധനായിത്തീരും. എന്നിട്ട് നമുക്ക് ആത്മാവിന്റെ സന്തോഷം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തില് ആമേൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ നമ്മൾ തയ്യാറാകണം. അതിന് കഴിയണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അല്ലെ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ ഇതൊക്കെ പറയാൻ വരും. നമ്മള് ലോകകാര്യം പറഞ്ഞിട്ട് നടക്കും. അല്ലേ? എല്ലായിടത്തും പാടിയും പിടിയുമാ. അല്ലേ? അത് ബൈബിളിൽ പറയുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്ത് ജാതി ജാതിയോട് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജാതി ജാതിയോട് കേട്ടോ. ഒരു വ്യക്തി മറ്റൊരുവനോട് അങ്ങനെയൊക്കെയുള്ളതായ പ്രശ്നങ്ങളുണ്ടാകും. യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും കേൾക്കും. അല്ലേ? ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ഇവിടെ എന്തോ ക്ഷാമം വരട്ടെ, ഭൂകമ്പം വരട്ടെ, ഒരു മാസത്തേക്കുള്ളത് വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് അലിഞ്ഞു വെച്ചിരിക്കുക. പിന്നെന്തോ ക്ഷാമം ഭൂകമ്പം. സ്വത്രം എന്നാന്നറിയാം, പണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് നമ്മുടെ ആദ്യം പ്രാർത്ഥന ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അവരൊന്നുമില്ലായ്മയിൽ ജീവിച്ചിരുന്ന കാലഘട്ടമുണ്ട്. അന്ന് അവർ നാളത്തെ ഓർത്ത് ചിന്തിക്കത്തില്ല, ഇന്നത്തെ ഓർത്ത് ചിന്തിച്ച് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവർ പറയുന്നത്. എല്ലാരും പറയും എന്നും ഞങ്ങൾക്കുള്ള ആഹാരം തരണം. ചിലർ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു. ഒന്ന് ചൊല്ലിക്കുക, സ്വർഗസ്വനായ നിന്റെ ഒരു നാമം, നിന്റെ രാജ്യം, നിന്റെ തിരുവിഷ്ടം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
അയ്യോ എനിക്കറിയത്തില്ല എങ്ങനെ ഈ തെറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും. എന്നും ഞങ്ങൾക്ക് തരണേ. ഓ എന്തോ ഒരു സ്നേഹമാണ് ദൈവത്തോട്. ദൈവം പ്രാർത്ഥിച്ച പ്രാർത്ഥന പഠിച്ചെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ദൈവത്തിന് സ്വന്തം. ഇന്ന് നാളത്തെ കുറിച്ച് നമ്മൾ വിചാരപ്പെടണ്ട അല്ലേ? ഇപ്പൊ നമ്മള് മുകളിലോട്ട് എടുക്കുന്ന ശ്വാസം പോയാൽ തീർന്നു. ശവല്ലേ? ഇല്ല ശവമല്ലേ? ശവം എന്നാ പറയാം അല്ലേ? നമ്മളൊക്കെ പിന്നെ മൃതശരീരം എന്നൊക്കെ പറയും. ലോകപ്രകാരം പറയുന്നത് ശവമെന്ന്. അത് പട്ടിയെ കുറിച്ചാണ് പറയുന്നത്. മറ്റു മൃഗങ്ങളുടെയൊക്കെ ശവം എന്ന് പറയും. നമ്മുടെ മൃതശരീരം. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവ് വസിച്ച സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. എട്ടാമതായിട്ട് നമ്മൾ 1 കൊരിന്ത്യർ 16:15 ഒരു കുടുംബമായി മാനസാന്തരപ്പെട്ട ഒരു കുടുംബത്തെ ഇവിടെ കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 16:15 സ്തെഫാനോസിന്റെ അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ? അവിടെ പറയുകയാണ്, ആമേൻ, അവര് ആഖായിലെ എന്റെ ആദ്യ ഫലമാ. ആഖ എന്ന് പറയുന്നത് ഇവിടെ അറിയാമോ? തെക്കൻ ഗ്രീസിലെ ഒരു സ്ഥലമാണ് ആഖ. അപ്പം അപ്പോസ്തലനായ പൗലോസ് അവിടെ പോയി പ്രസംഗിച്ചപ്പോൾ ആമേൻ സ്തെഫാനാസിന്റെ കുടുംബം, സ്തെഫാനോസ് അല്ല, സ്തെഫാനാസിന്റെ കുടുംബം ആമേൻ കുടുംബമായി രക്ഷയിലേക്ക് വന്നു. ആമേൻ. മാത്രമല്ല ആമേൻ അവനെ കുറിച്ച് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തെഫാനോസ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളിനെ മറന്ന ആളല്ല. ഞാൻ ഇന്ന് ഓർക്കും, ഒരു വീട്ടില് കല്യാണത്തിന് തലേദിവസം എന്നാ നമ്മള് ചെറുക്കന്റെ വീട്ടില് നടക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ പഴയ കാലത്ത്. അത് ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് 91, 92, 93 കാലഘട്ടങ്ങളിൽ വന്നു. അപ്പൊ ഒരു സൈഡിൽ എന്താ മദ്യം വെച്ചിരിക്കുക. അപ്പൊ ആളുകളെല്ലാം ഇത് കുടിക്കുന്നുണ്ട്. അത് വേറൊരു സൈഡിലാണ്. അപ്പൊ അന്ന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ പ്രായമുള്ളൊരു മനുഷ്യൻ, തികഞ്ഞ മദ്യപാനിയായ ഒരു മനുഷ്യൻ, എന്താണ് അദ്ദേഹം രൂപാന്തരപ്പെട്ടു. അദ്ദേഹം ഇവിടുത്തുകാരനല്ല, വെണ്ണിക്കുളംകാരനാണ്. അദ്ദേഹം രൂപാന്തരപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടുത്തെ കൂട്ടായ്മയെ പിന്നെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ദൈവവേദലായി തീർന്നു, വചനം വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവിന്റെ സന്നിധിയിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അത് എവിടെ ചെന്ന് പ്രസംഗിച്ചാലും, അത് എത്ര വലിയ സ്ഥലത്താണെന്ന് പറയും, എന്റെ ആത്മീയ ഗുരു പുത്തമ്പരിക്കലെ ജോസാണ്. എന്നെക്കാളും പ്രായമുള്ള ഒരാളാണ് എന്റെ ആത്മീയ ഗുരു പുത്തമ്പരിക്കലെ ജോസാണ്. പ്രിയപ്പെട്ടവരെ, എന്നാണെന്നറിയാം അദ്ദേഹം പറയാൻ കാര്യം, എന്നെ വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാനൊരു ജ്ഞാനായക്കാരനായിരുന്നു. ജ്ഞാനായക്കാരനായി തന്നെ ജനിച്ചവനാ. എന്നാൽ ഞാൻ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് കടന്നു വന്നപ്പോഴും പാപത്തിലേക്ക് കടന്നു പോകേണ്ടതാ. എന്നാൽ വചനം കേട്ടപ്പോൾ തന്നെ രൂപാന്തരപ്പെടുത്തിയ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ആ സംസാരിച്ച ദാസനെ കുറിച്ച് പറയുന്നു, അവൻ എന്റെ ആത്മീയ ഗുരുവാ. നിങ്ങൾക്ക് എത്ര പേര് നമ്മളെ കുറിച്ച് പറയാനുണ്ടോ? എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. അതാ എന്റെ സന്തോഷം. അപ്പൊ എനിക്ക് എന്തോ ഒരു പ്രതിഫലം സ്വർഗത്തിൽ ദൈവം തരും. പക്ഷെ അങ്ങ് ചെല്ലണ്ടേ? പറഞ്ഞേ ചെല്ലാൻ ഇച്ചിരി പെടാപ്പാടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മുടെ അച്ഛൻ എപ്പോഴും പ്രസംഗിക്കുന്നു, നമ്മുടെ അച്ഛൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ നടക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരർത്ഥത്തിൽ അത് ശരിയാ. യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിയും. സത്യപ്രസാദത്തിലൂടെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്തായിത്തീരും? നമ്മൾ ദൈവമക്കളായിത്തീരും. പിന്നെ നമ്മുടെ യാത്ര കർത്താവിനെ അനുധാവനം ചെയ്യുന്ന യാത്രയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതുപോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് അവൻ പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു എന്ന് ഇന്ന് നമ്മൾ വചനത്തിലൂടെ കേട്ടു. സ്വന്തം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആഖായിലെ പൗലോസിന്റെ ആദ്യ ഫലമാണ് ആമേൻ ഈ സ്തെഫാനാസ് എന്ന് പറയുന്ന ആ വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബവും മാനസാന്തരപ്പെടും. നമുക്കൊക്കെ എന്തൊരാഗ്രഹം, ഞാനും എന്റെ കുടുംബവും മാനസാന്തരപ്പെടണം, യഹോവയെ സേവിക്കണം എന്നുള്ള ആഗ്രഹം. സ്വന്തം.
കുഞ്ഞുങ്ങളെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ഇല്ലേ? എനിക്ക് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞ് മുറിയിലോട്ട് കയറും. എന്നിട്ട് പഠിക്കുകയൊന്നും അല്ലെന്നേ, അവരുടെ മൊബൈലും ഒക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടോട്ട് പ്രവേശനമില്ല അപ്പനും അമ്മയ്ക്കും നിന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങണം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നിലവിളിക്കണം. ആമേൻ. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുത്, ഞാൻ കണ്ട ദൈവത്തെ എന്റെ കുഞ്ഞുങ്ങളും കാണുവാൻ ഇടയാകണമേ എന്ന് ഏത് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകയില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പിന്നെ വളരെ, അതായത് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ എന്താണെന്നറിയോ, പിന്നെ വളരെ ജാഗരൂകത, എവിടെ എന്ത് കൂട്ടായ്മയെന്ന് അന്വേഷിക്കും അല്ലേ? പള്ളിയിൽ രാവിലെ കടന്നു ചെല്ലും അല്ലേ? പ്രഭാത നമസ്കാരം തൊട്ട് കടന്നു ചെല്ലും. ദൈവത്തിന്റെ സ്തോത്ര. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ വളരെ അശ്രദ്ധയില്ലാതെ, ശ്രദ്ധയോ, പണ്ട് ഒരു കാലത്ത് അശ്രദ്ധയോടുകൂടി ആരാധന നിൽക്കുന്നത്, ശ്രദ്ധയോടുകൂടി ആരാധനയിൽ സംബന്ധിക്കും. അതെന്തൊരു അനുഗ്രഹമാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ആരാധന കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെയായിരുന്നു? ആമേൻ. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവരും നിങ്ങളെ കീഴ്പ്പെട്ടിരിക്കണമെന്നായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തെഫാനോസും മതി പ്രിയപ്പെട്ടവരെ, അവരുടെ ശുശ്രൂഷ, ആമേൻ, ഇവർ തങ്ങളെ തന്നെ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്കായും സഭയിലെ മറ്റു വിശ്വാസികളെ സഹായിക്കുന്നതിനും വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. ആമേൻ. ഇവർ സഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, ഇവരെങ്ങനെയായിരുന്നു അവരുടെ ശുശ്രൂഷ? ഇവർ തങ്ങളെ തന്നെ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്കായിട്ട് സഭയിലെ മറ്റ് വിശ്വാസികളുടെ സഹായിക്കുന്നതിനായി അവർ സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. ഇവർ സഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്നു. അതുപോലെയുള്ള മറ്റ് പ്രവർത്തകർക്കും അനുസരണമുള്ളവരായിരിക്കണമെന്ന് പൗലോസ് ഉപദേശിക്കുന്നു. മറ്റു പ്രവർത്തകരും, മറ്റ് സഭയിലെ എല്ലാ അംഗങ്ങളും അവരെ ഒരു മാതൃക കാണിക്കുക അല്ലെ? ഒരു ചൂണ്ടുപലയായി കാണിക്കുക. സ്തെഫാനോസിന് അവിടെ പേര് പറയപ്പെട്ടവരെ നിങ്ങളും എന്ത് ചെയ്യണം? അതുപോലെയുള്ള മാതൃകയുള്ളവരായിരിക്കും കേട്ടോ. അപ്പൊ പൗലോസ് അവരെ ഉപദേശിക്കുക. അപ്പൊ ഏഴാമതായിട്ട് നമുക്ക് ഇപ്പൊ ഏഴാ പറഞ്ഞത്, അല്ല 8-ാമതാ പറഞ്ഞത്. 9-ാമത് പറയുന്നു 2 തീമോത്തി 4:19. 2 തീമോത്തിയോസ് 4:19. 2 തീമോത്തി 4:19. പ്രിസ്കയ്ക്കും അക്വിലാവിനും ഓനസിനും ഫിറോസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. ഓനസിഫെറസിന്റെ കുടുംബത്തിനും വന്ദനം ചെയ്യുക. അപ്പൊ 9-ാമതായിട്ട് കുടുംബമായി രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഓനസിഫെറസ്. പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ. അവിടെ പറയുകയാണ്. ആമേൻ. അടുത്ത വാക്യങ്ങൾ വായിച്ചു. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കാം. യൂബുലോസും ഉദോസും ലീനോസും ഓദിയോയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. യേശു ക്രിസ്തു നിന്റെ ആത്മാവോടെ ഇരിക്കട്ടെ, ഹൃദയങ്ങളോടെ ഇരിക്കുമാറാകട്ടെ. ആ തീമോഥെയോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പൗലോസിന് സഹായം കൊടുക്കുവാൻ തക്കവണ്ണം അവൻ തയ്യാറായി. ജയിലിലായിരുന്നപ്പോൾ ഭയം കൂടാതെ പൗലോസിന്റെ അടുക്കല് അവൻ കടന്നു ചെന്നു. അവിടെ പറയുകയാണ്, ഓനസിഫെറോസ് ധൈര്യപൂർവ്വം പൗലോസിനെ അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹം പൗലോസിന് ആശ്വാസവും ഉന്മേഷവും നൽകി ശുശ്രൂഷിച്ചു. ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രതികൂലമായ സാഹചര്യങ്ങളിലും അവൻ മടി കാട്ടിയില്ല. പൗലോസ് അവന്റെ കുടുംബത്തിന് കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 തീമോത്തിയോസ് 1:16 വായിച്ചു. 2 തീമോത്തിയോസ് 2:18 വായിച്ചാൽ ഈ ഓനസിഫെറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് കാണുവാൻ കഴിയും. 2 തീമോത്തിയോസ് 1:16. പലപ്പോഴും എന്നെ കൽപ്പിച്ചവനായ
പലപ്പോഴും എന്നെ പലപ്പോഴും എന്നെ തണുപ്പിച്ചവരായ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയെ തണുപ്പിക്കുന്നവരാണ്. പറ്റണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി മറ്റുള്ളവർ ഭാരത്തിലിരിക്കുമ്പോ, അവര് രോഗത്തിലിരിക്കുമ്പോ, അവര് വേദനയിലിരിക്കുമ്പോൾ അവരെ ചെന്ന് ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല എങ്കിൽ നമ്മൾ ഇതുവരെ വിശ്വാസികളായിട്ടില്ല. വേദനയുള്ളവന്റെ അടുക്കൽ കടന്നു ചെന്ന് അവനെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താ ആശ്വസിപ്പിക്കേണ്ടത്? ഒരു കർത്താവുണ്ട്. നിന്റെ രോഗത്തിന് അവൻ മതിയായവനാ. ഇനി ഒരു പക്ഷേ പൗലോസിന് കിട്ടിയ കൃപയെ നിനക്ക് ഈ ജീവിതത്തിൽ തരുന്നെങ്കിൽ അവൻ നീ ഒന്നോർത്താ മതി, നിന്നെ ചേർക്കാൻ അവൻ വേഗം വരുമെന്ന് ഈ സുവിശേഷം അവനോട് അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. തണുപ്പിക്കുന്നവനായിരിക്കണം. കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. തന്നെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് നയിച്ച പൗലോസിനെ അവൻ എവിടെയാണെന്ന് അറിയാൻ എന്തോ കഷ്ടപ്പെട്ടു കാണും അല്ലേ? ചിന്തിച്ചു നോക്കി. അവൻ ധൈര്യപൂർവ്വം ജയിലിൽ ആ സമയത്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഏത് ജയിലിലാ കിടക്കുന്നെന്ന് അറിഞ്ഞ് താൻ അനുഭവിച്ച രക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ആ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്, പ്രത്യേകിച്ച് എന്നെ അവന്റെ ഒരു പുത്രനാക്കി, ക്രിസ്തുവിന്റെ പുത്രനാക്കി തീർത്തതിന് അവനുള്ള സ്നേഹത്തിന് ധൈര്യപൂർവ്വം പൗലോസിനെ അന്വേഷിച്ച് കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹം ബാക്കി 2:18 ആ ദിവസം കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന്റെ സന്നിധി വരുത്തട്ടെ. അപ്പൊ അവന്റെ കുടുംബത്തിനും ആ സമയത്ത് ആ ദിവസത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ കരുണ കണ്ടെത്തുവാൻ ഇട നൽകട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ഒരു മാതൃകയായിട്ടാണ് പൗലോസ് ഈ വ്യക്തിയെ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ പറയും ഇത് കഠിന വാക്ക് അല്ലേ? യേശുക്രിസ്തു പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകും, എന്നെ ഭക്ഷിക്കുന്നവർ എന്നോട് ജീവിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത് പറഞ്ഞു ഇത് ഭയങ്കര കഠിനമാക്ക് എന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടുപോയി. ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. നമ്മൾ മറ്റുള്ളവരെ അന്വേഷിച്ച് കടന്നു പോകുന്ന അനുഭവം ഉണ്ടാകും. ഞാൻ ഇന്നും മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. റാന്നിയിലുള്ള എല്ലാ ഭവനങ്ങളിലും, പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ആളുകളുടെ ഭവനങ്ങളില് ഞങ്ങൾ കടന്നു ചെന്ന് യോഗം നടത്തിയത് എനിക്ക് മറക്കാൻ കഴിയില്ല. എന്റെ ഭവനത്തെ ഞാൻ നോക്കാതെ, എന്റെ കട പോലും നോക്കാതെ ഞാൻ ഓടി നടന്ന് ചില കുഞ്ഞുങ്ങളോട് ചേർന്ന് എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ കടന്നു ചെന്ന് സുവിശേഷം പറഞ്ഞത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുക, പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ ചെയ്തതിന് 4 പോലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവരെ കണ്ടെത്തി ദൈവത്തെ അവർക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കും. മാത്രമല്ല, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കിയവരെ തേടിച്ചല്ലോ. അതുകൊണ്ട് പൗലോസിന് ഒത്തിരി സന്തോഷമുണ്ട്. താൻ ജയിലിലായിരുന്നപ്പോൾ തന്നെ ഏറെ ശുശ്രൂഷിച്ച ആളായിരുന്നു ഓനസിഫറസ് എന്ന് പറയുന്ന അദ്ദേഹവും കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഞാനിത് ഓർപ്പിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 33-34 4-ാമത്തെ കാരാഗ്രഹ പ്രമാണിയെ കൂടെ ഓർപ്പിച്ചിട്ട് വേഗത്തിൽ ഞാൻ ഓർപ്പിച്ചില്ലായിരുന്നു. ഞാൻ 3 പറഞ്ഞുള്ളൂ. ലുദിയായും കുടുംബവും കഴിഞ്ഞ് 4-ാമത്തെ ഒരാളോടുണ്ട്. ഈ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചു. വായിക്കാം. 31, 32, 33, 34 കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടൊപ്പം അവന്റെ വീട്ടിലെ എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടുകൊണ്ടുപോയി അവിടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു.
പിന്നെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവർത്തികളെല്ലാം പറയുകയാണ്, ഒരു കാരാഗ്രഹ പ്രമാണിയും കുടുംബവും. കാരാഗ്രഹ പ്രമാണി എന്ന് പറയുമ്പോൾ അവൻ വലിയ ഉത്തരവാദിത്വമുള്ളവനാണ്. ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആരെങ്കിലും അവിടുന്ന് പോയാല് അവന് മരണശിക്ഷയാണ് ലഭിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്താ സംഭവിച്ചെന്നറിയാമോ? അതിന് ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. പൗലോസും ശീലാസും യേശുവിനെ പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവനെ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിലാക്കിയിരിക്കുക, കാരാഗ്രഹത്തിലാക്കി. ആമേൻ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, ഓളി വന്നിരിക്കുമ്പോ ചൂടാതെയോ ചൂട് എങ്ങനെ സഹിക്കും? അപ്പൊ കാരാഗ്രഹത്തിന്റെ അനുഭവമുള്ളവര് സഹിക്കും. നമ്മൾ ആരെ കാണാനാണ്? കർത്താവിനെ കാണാനാണ്. അപ്പൊ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ അവർ കിടക്കുക. പക്ഷേ കാരാഗ്രഹത്തിന്റെ അതിനെ തലേദിവസം അവരെ അടുപ്പിച്ച കാരാഗ്രഹത്തിലാണ്. ശരീരം മുഴുവൻ മുറിഞ്ഞിരിക്കുക, വേദനയാണ്, കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. നമ്മളാണ് ചോദിക്കും, എന്റെ കർത്താവെ ഇതിനാണോ എന്നെ നീ വിളിച്ചത്? ഇല്ലേ? പക്ഷെ അവിടെ അയച്ചതിന് ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. നമുക്ക് രോഗങ്ങൾ തരുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇപ്പൊ ആമേൻ പൗലോസിനെയും ശീലാസിനെയും അടിച്ച് ഇതിനുള്ളിൽ ആക്കിയതിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അവർ ദൈവത്തിന്റെ ഉദ്ദേശം അന്വേഷിക്കുന്നവരായതുകൊണ്ട് അവരെന്ത് ചെയ്യാന്നറിയാമോ? അവര് ഒരു ആത്മീയ ബലം കിട്ടാൻ എന്നൊക്കെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഒരാത്മീയ ബലം കിട്ടാൻ തക്കവണ്ണം കുറെ നേരം പ്രാർത്ഥിച്ചു. ആദ്യമേ ആരാധിച്ചില്ല. ആദ്യം എന്താ ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതാ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത. ആദ്യം ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അവര് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യാമോ? ദൈവത്തെ സ്തുതിച്ചു. അല്ലെ? അവിടെ പറയുന്നത് ദൈവത്തെ പാടി സ്തുതിച്ചു. സ്വത്രം സ്വത്രം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന പൗലോസും ശീലാസും കഴിയുമോ നമുക്ക്? ഇല്ലേ? അത് പറഞ്ഞപ്പോഴേ ഓർത്ത്, ഈ ലാസറിന്റെ ശരീരം മുഴുവൻ എന്തുവാ? വ്രണം നിറഞ്ഞവനായിട്ടിരിക്കുക. അവന്റെ കൈയുടെ അറ്റം വരെ വ്രണം. ഇവിടെ ഒരു പുസ്തകത്തിൽ വായിച്ച അവന് ഈ വേദന വരുമ്പോൾ അവിടെ നിന്ന് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമോ? അവൻ കൈയുടെ അറ്റത്തും വേദനയെ തൊടാൻ പറ്റത്തില്ല. പിന്നെ എന്താണെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ. ധനവാൻ വളർത്തിയിരുന്ന ഒരു നായ ആമേൻ വന്ന് വല്ലപ്പോഴും ഇവനെ ഇങ്ങനെ അവന്റെ ശരീരം മുഴുവൻ അതിനാ വരുന്നത്, അതിനു വേണ്ടി വരുന്നുള്ളൂ. പോട്ടെ, ഇവനെ ഒന്ന് തലോടുമ്പോൾ അവന്റെ നാക്കുകൊണ്ട് ഒന്ന് തൊടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവനത് ഭയങ്കര ആശ്വാസമായി. എവിടെ? അപ്പൊ വേദനപ്പെട്ട് കിടക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ വേദനയുണ്ട്. ആമേൻ. കൈകളും കാലുകളും ആമത്തില് പൂട്ടിയിട്ടിരിക്കുക. ആമേൻ. അനക്കാൻ പോലും പോയി കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ബലപ്പെട്ടു. അവര് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിലായപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. പാടി സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകി. എല്ലാരും വരണ്ടുപോയി. പക്ഷേ അടിസ്ഥാനം ഇളകിയപ്പോൾ അവരുടെ ചെങ്ങല്, കാലുകളിൽ നിന്നും കൈകളിൽ നിന്നും ചെങ്ങലകൾ. അപ്പൊ നോക്കിക്കോണേ, കാരാഗ്രഹത്തിൽ വേറെ അനേക ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ കാരാഗ്രഹം തുറന്നത് കാരണം കൊണ്ട് ഈ വെളിയിൽ നിൽക്കുന്ന കാരാഗ്രഹ പ്രമാണി, അന്ന് ഡ്യൂട്ടി അവനായിരുന്നു ഈ കാരാഗ്രഹ പ്രമാണിക്ക്. അവൻ തിരിച്ചോട്ടേ. അപ്പൊ വാതിലൊക്കെ തുറന്നു പോയി. എല്ലാരും പോയി. ഇനി എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? എനിക്ക് കിട്ടാൻ പോകുന്ന മരണം. സ്വതന്ത്രം സ്വതന്ത്രം അല്ലല്ലയ. അപ്പൊ അവനിങ്ങനെ പേടിച്ച് വാളെടുത്ത് തന്നെത്താൻ കൊല്ലാൻ ശ്രമിച്ചു. നമ്മൾ ഇതിനകത്ത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാരാഗ്രഹ പ്രമാണി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്ന് അപ്പോസ്തലനായ പൗലോസിന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിവ് കൊടുത്തിരുന്നു. അതുകൊണ്ട് അവര് മുൻപോട്ട് വരുമ്പോൾ കാരാഗ്രഹ പ്രമാണി വെളിയിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ എന്താ കൊല്ലാനായിട്ട് തന്നെത്താൻ കൊല്ലാനായിട്ട് ശ്രമിക്കുക. അപ്പം പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരും കൊടുത്തു പോയിട്ടില്ല.
ഇവിടെ എല്ലാവരും ഉണ്ട്. ആ ഒരു വേടിന്, ആ ഒരൊറ്റ വേടിൽ അവൻ മനസ്സാന്തരപ്പെടുന്നത്. അവർക്ക് വേണേ ഇറങ്ങിപ്പോകാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പെർമിസസില മറ്റുള്ള ദുഷ്ടന്മാരായുള്ള കാരാഗ്രഹ പ്രമാണിമാരും അവർക്കും കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവുകാരും അവർക്കും പോകാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു, സഹോദരന്മാരെ, ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? അവർ ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷപ്രാപിപ്പാനല്ലേ? എന്താ പറഞ്ഞ? ഒറ്റ മറുപടി, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. അപ്പൊ അവിടെ എന്തെങ്കിലും കുടുംബമുണ്ടോ? ഇല്ല. ബൈബിൾ പഠിക്കുമ്പോൾ അതിന്റെ ആത്മീയ മർമ്മം കൂടെ മനസ്സിലാക്കണം. കാരാഗ്രഹ പ്രമാണി മാത്രമേ ഉള്ളൂ അവിടെ. കുടുംബമുണ്ടോ? നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. അപ്പൊ ഇവനിലുള്ള വ്യത്യാസം വന്ന് പുതിയ സൃഷ്ടിയായി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ ആളായിട്ട് അങ്ങോട്ട് കടന്നു ചെന്ന് കുടുംബത്തിൽ ചെന്ന് പറയുക, ഞാനൊരു യേശുവിനെ അറിയുന്നു, ഞാന് ഇന്ന് മരിക്കുന്നവനാ. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാം? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം, ഒരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ഞങ്ങളുടെയൊക്കെ ചെങ്ങലകൾ അഴിഞ്ഞു വീണു. അവരുടെയൊക്കെ ചെങ്ങലകൾ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവുകാരുടെ ചെങ്ങലകൾ അഴിഞ്ഞു വീണു. അവര് പോയെന്ന് ധരിച്ച്, അയ്യോ സഹോദരി, നിനക്കറിയാമോ? ഭാര്യയോട് പറയും, നിനക്കറിയാമോ, ഞാൻ കൊല്ലാനായിട്ട് വാളുയർത്തി എന്നെ കൊല്ലാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ, മരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവൻ അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ രാജാവിനെ കൊന്നുകളയും. മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മനുഷ്യൻ വിളിച്ചു പറയും, പൗലോസ് വിളിച്ചു പറയുക, നീ നിന്നെ തന്നെ നശിപ്പിക്കരുത്, ഞങ്ങൾ ആരും പോയിട്ടില്ല. ഉടനെ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, എന്താണെന്നറിയാമോ? അവൻ സഹോദരന്മാരെ, നേരത്തെ തടവുകാരായിരുന്നു, ഇപ്പൊ ആരായി തീർന്നു? അവന്റെ ഉള്ളിൽ ആ പ്രത്യാശ വന്നപ്പോൾ സഹോദരന്മാരായി തീർന്നു. ഇല്ല, സഹോദരന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം ചോദിക്കുക. പൗലോസ് ശ്ലീഹ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്നവനായ നസ്രയനായ യേശു എന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹമായി വീട്ടിൽ ചെന്ന് തന്റെ സാക്ഷ്യാനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും കുടുംബമായി അവന്റെ കുഞ്ഞുകുട്ടികളും ആ ബാലവൃത്തം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 16 പറയുന്നു, വീണ്ടും പറയുന്നുണ്ട്, ആമേൻ, ഒരു വെളിച്ചപ്പാടത്തി, ആമേൻ, ലാഭം കിട്ടിയിരുന്ന ഒരു വെളിച്ചപ്പാടത്തെ കുറിച്ച് 16 പറയുന്നു. അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങൾ എതിരേറ്റു. അവർ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവിടെയുള്ള ഒരു ഭൂതത്തോട്, അവളെ വിട്ടു പോകുകയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴിയിൽ തന്നെ അത് അവൾ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നൊരു കാര്യമാണ്, വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീ തന്റെ യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ പലപ്പോഴും അവൻ നോക്കിയ പിശാചിനെ ആരെ അറിയാം? യേശുവിനെ അറിയാം, അല്ലേ? യേശുവിനെ പിശാചിനെ അറിയാം. അപ്പം പറഞ്ഞു, നീ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറഞ്ഞു. ഇവരെ ഇങ്ങനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടുവരുന്നു. പല പ്രാവശ്യമായപ്പം പൗലോസ് അവളുടെ ഭൂതത്തെ ശാസിച്ചു. അവളിൽ നിന്ന് ഭൂതം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഭൂതം വിട്ടുപോയി കഴിഞ്ഞ് ഞാൻ വേദവസ്ത്രം മുഴുവൻ അരിച്ചു പിറക്കി ഇതെങ്ങനെയാ ആ സഹോദരി രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുവാനായിട്ട് ഞാൻ വായിക്കുവാനായിട്ടിടയായപ്പോ ഈ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു എന്ന് വേദവസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഭൂതം വിട്ടുപോയി. പിന്നെ അവൾ എന്ത് ചെയ്തറിയാമോ? സമാധാനമായിട്ട് ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം, അവൾ അവിടെ ജോലിയും പ്രവൃത്തിയും ചെയ്ത് ജീവിച്ചു. അതൊക്കെ 9 പേര് കുടുംബമായി രക്ഷപ്പെട്ടപ്പോൾ, അവൻ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അവര് ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ തയ്യാറായി. എന്നാൽ നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ സ്തോത്രം, വെളിച്ചപ്പാടത്തിയായിരുന്ന സ്ത്രീ, അവരെ കുറിച്ച് ആ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവർ തീർച്ചയായും പിന്നെ യേശുവിനെ അനുധാവനം ചെയ്തിരുന്നെങ്കിൽ അവരുടെ പേര് പറയുമായിരുന്നു.
നമ്മൾ ഈ കൂട്ടത്തിൽ 9 പേരുടെ കൂട്ടത്തിലാണോ? അത് വെളിച്ചപ്പാടെത്തിയെ പോലെ ദൈവത്തെ അറിയാതിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ്? ഒരു സംഭവം ഇവിടെ പറഞ്ഞ അവസാനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കുടുംബം അവരൊരു ഭവനം പണിതു. ആ ഭവനത്തിൽ അവർക്ക് ഓടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പലിശ കൊടുക്കണമായിരുന്നു. ഒത്തിരി പൈസ ബാങ്കിൽ എടുത്ത്. പക്ഷെ എനിക്കൊരു ജോലിയുണ്ട്, ഭർത്താവിനൊരു ജോലിയുണ്ട്, ജോലി കാരണം ഇത് അടച്ചു തീർക്കാം എന്നുള്ള രീതിയിലാണ് വീട് പണിത്. ഒടുവിൽ അല്പം വൈകിയപ്പോ, കുറച്ചു കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അടയ്ക്കാൻ മാർഗമില്ല, വേറെ വഴിയും മാർഗമൊന്നും അവരുടെ മുമ്പിലില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി എന്നാൽ തന്റെ പ്രിയപ്പെട്ടവനും താനും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് തരാം. ആമേൻ. ആവശ്യമില്ലാതെ അനാവശ്യമായി ചോദിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നീ നിന്റെ ഭാരത്തിൽ, പ്രയാസത്തിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവം നമുക്ക് നല്ലൊരു വീട് തന്നു, ആ വീടിന്റെ കടം വീടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. അവയെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അമേൻ. അവര് ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു. ഒടുവിൽ അവസാനം ഇവരുടെ മനസ്സില് അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഈ ഇത് എന്തോ ഇതിന്റെ കടം വിടാനുണ്ടല്ലോ. എങ്ങനെയാണെന്നറിയില്ല, ബാങ്കുകാർക്ക് തെറ്റിയതാണോ ഇല്ലെന്നറിയില്ല. ഇവര് വന്ന് ഇവരുടെ വീട് ജപ്തി ചെയ്യുവാനായിട്ട് ഇന്ന ദിവസത്തില് അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവരെ നോട്ടീസ് ചെയ്തു. അന്ന് രാത്രി അവര് കരഞ്ഞു കിടന്നു തുടങ്ങി. എനിക്കറിയില്ല അതിന്റെ മുഴുവൻ വിലയും എന്റെ ഭർത്താവ് കൊടുത്തു തീർന്നോ ഇല്ലയോ എന്നറിയില്ല. അവര് രാത്രി കിടന്ന് പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് തന്റെ കുഞ്ഞുമായിട്ട് തിണ്ണയിൽ അവരുടെ അശുദ്ധവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കരകണ്ണീരോടെ പ്രാർത്ഥിക്കുക. എത്ര സമയം പ്രാർത്ഥിച്ചെന്നറിയുന്നില്ല. അവരുടെ കണ്ണുനീര് പറ്റി കഴിഞ്ഞു. ഒരു ചിത്രശലഭം അവരുടെ മുമ്പിലൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുക. കുഞ്ഞിന് വലിയ സന്തോഷം, കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമായി ചിത്രശലഭത്തെ കാണും. പക്ഷെ അവര് പിന്നെയും പ്രാർത്ഥന തുടരുകയാണ്. അതിനെന്താ ചിത്രശലഭം? അത്ര ചിന്തിച്ചു. ഈ ചിത്രശലഭം നേരെ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പ്രിയപ്പെട്ടവരെ വിളിക്കുന്നത് പോലെ നോക്കണ്ടാലും ഒരു അലമാരിയുണ്ട്. ആ അലമാരിയുടെ പുറകിലേക്ക് ചിത്രശലഭം മാറും. അപ്പൊ എന്ത് ചെയ്യുന്നേ? കുഞ്ഞിനെ പിടിക്കാനായിട്ട് ഓടുകയാണ്. നല്ല രസമുള്ള ഒരു ചിത്രശലഭമാ, നല്ല കളറുകളുള്ള ചിത്രശലഭമാ. അവനെ പെട്ടെന്ന് അമ്മയെ ഞാൻ ഇതിനെ പിടിക്കാൻ പോകാന്ന് പറഞ്ഞ് പോയി. പക്ഷേ ആ അലമാരിയുടെ പുറകിലേക്ക് അത് മറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവര് ചിത്രശലഭം എവിടെയുമെന്നറിയാനായിട്ട് അലമാരി ചെറിയ ഇങ്ങനെ നിൽക്കുക. അതിന്റെ പുറകിലുണ്ട്. കുഞ്ഞു കിടന്ന് വഴക്കുണ്ടാക്കി. അപ്പൊ അതിനെ പിടിച്ചു കൊടുക്കണമല്ലോ. അപ്പം അല്ലെ അതിനൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അലമാരി ഇങ്ങനെ ചെറുത് നീക്കിയപ്പോ പെട്ടെന്ന് ശബ്ദം കിട്ടും. ഈ ഭർത്താവിന്റെ ഡയറി വീണതിന്റെ ശബ്ദമാണ്. ഡയറി എടുത്തു. അവര് പരിശോധിച്ചപ്പോൾ മുഴുവൻ തുകയും കൊടുത്തു തീർത്തതായിട്ട് അവർക്ക് കാണുവാനിടയായി. ബാങ്കുകാർക്ക് തെറ്റതായിരിക്കും, ബ്ലേഡുകാരൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ? അവരുടെ സാക്ഷ്യം എന്തെന്നറിയാമോ? അന്ന് എന്റെ വേദനയുടെ നടുവിൽ, എന്റെ ഭാരത്തിന്റെ നടുവിൽ, എന്റെ പ്രയാസത്തിന്റെ നടുവിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ചിത്രശലഭം കടന്നു വന്നു. ആ ചിത്രശലഭം ആരായിരുന്നെന്നറിയാമോ? അത് ഞാൻ വിശ്വസിച്ച, എന്നെ രക്ഷിച്ച എന്റെ യേശുവായിരുന്നു. അവൻ ചിത്രശലഭത്തിന്റെ രൂപത്തിൽ കടന്നു വന്നു. ജപ്തി ചെയ്യേണ്ട വീട് ആമേൻ ദൈവം കടന്നു വന്ന് അവളെ അത് കാണിച്ചു കൊടുത്ത് ആ ജപ്തിയിൽ നിന്ന് അവൾക്ക് വിടുതല് കിട്ടുവാനായിട്ടിടയായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ എന്തു തന്നെയായിരുന്നാലും നമുക്ക് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി നമ്മളെ ആശ്വസിപ്പിക്കുന്നത് കറക്റ്റ് 12 ഞാൻ നിർത്തുകയെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. എന്ത് വേദനയും പ്രയാസം വരും,
ഭർത്താവിന് ഭാര്യയെ കുറിച്ചോ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചോ, കുഞ്ഞുങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചോ എന്തോ ആയിക്കോട്ടെ, ദൈവത്തിന് സ്തോത്രം. എന്നാല് നമ്മള് അവന്റെ രാജ്യം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പേ അവന്റെ രാജ്യവും അവനൊരു നീതിയുണ്ട്, ആ നീതി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ദൈവത്തിന് സ്തോത്രം. ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുമെന്ന് ആ ബൈബിളിൽ പറയുക, അതിൽ ഓർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഭാരം വേണ്ട. എല്ലാം വിട്ടേര്, എല്ലാ കാര്യങ്ങളും വിട്ട് കഴിഞ്ഞ് കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചുകൂടെ. എന്നിട്ട് 3 ഹല്ലേലൂയ ഉറക്കെ ആയിരിക്കണം. 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വർഗ്ഗപിതാവേ, യോശുവ പറഞ്ഞു, ഞാൻ അവന്റെ കുടുംബമോ ഞങ്ങളെ സ്വീകരിക്കുന്നു. അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 9 കുടുംബങ്ങൾ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. സുവിശേഷം കേട്ട് അവരെല്ലാവരും കുടുംബമായി ദൈവമക്കളായി തീരുവാൻ അവർക്ക് ഭാഗ്യം കൊടുത്തു. ഞങ്ങളെയും കാലാകാലങ്ങളിൽ വിളിച്ചു വേർതിരിച്ചു എന്റെ പ്രിയമക്കളാക്കി തീർത്തു. ആയതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുക. ഓരോ നിമിഷത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ഞങ്ങൾ കേട്ട വചന നിമിത്തം ഞങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീരുവാൻ, ഒന്നുകൂടെ ദൈവത്തോട് അടുത്തു വരുവാൻ, ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ, ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിലെ അംഗങ്ങളായി ദൈവമക്കളായി തീരുവാൻ ഞങ്ങളെ ഈ വചനങ്ങൾ ഇടയാക്കി തോർന്നു. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഞങ്ങൾക്കൊരു നിശ്ചയതയുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ദൈവത്തിനായി 1000 സ്തോത്രം ചെയ്യുക. ഇതെത്രയും പേർ ഒരുമിച്ച് കൂടി വരുവാൻ തക്കോളും ദൈവം സഹായിച്ചല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ ഹൃദയത്തിൽ ആഗ്രഹം കൊടുത്തല്ലോ. എന്നാൽ ദൈവം അതിനെ അളന്ന് തൂക്കി നോക്കി ആ വന്നതിന് വേണ്ടി പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. ഈ ദേശത്ത് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ചുമടുകൊടുക്കുവാൻ കഴിഞ്ഞതില് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഞങ്ങളെ ഓൺലൈനിലൂടെ കേട്ട എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ചില രോഗികളുണ്ട്, ചിലർ പ്രയാസത്തില് ഇരിക്കുന്നവരുണ്ട്, ചില വ്യക്തി ജീവിതങ്ങൾ അനേക നാളുകളായി ചില രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്. എന്റെ കർത്താവേ, ഞങ്ങൾ ഒരുമപ്പെട്ട് ഈ ഓൺലൈനിലൂടെ കാണുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നറിയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടല്ല, ആമേൻ, പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നവര്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അവരുടെ വിശ്വാസം കണ്ടിട്ട് ആമേൻ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ വിടുതലും സൗഖ്യവും ആമേൻ രോഗികളായിരിക്കുന്നവർക്ക് സ്വർഗം കൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്കല്ലേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാം മാത്രം മഹത്വം എടുക്കുക. സ്വർഗമിടയാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധരുടെ സംബന്ധം സഹവാസം ഉണ്ടായ്മ, പ്രാർത്ഥിച്ച വിഷയങ്ങൾ, വിട്ടുപോയ വിഷയങ്ങൾ, ഞങ്ങൾ കേട്ട വചനങ്ങൾ അടുത്ത ആഴ്ചകൾ കൂടി വരും വരെയും ഇന്നും എന്നാളും ഉണ്ടാകുമാറാകണമേ.